മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ സംഘത്തിൽ കേരളത്തിലെത്തിയ ആളുകൾ പിൽക്കാലത്ത് അവരുടെ പിന്തുടർച്ചാവകാശികളായി കേരളത്തിലേക്ക് വന്നവർ നിരവധി പള്ളികൾ കേരളത്തിലുണ്ടായി. തുഹ്ഫത്തുൽ മുജാഹിദീനിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം വളരെ കൃത്യമായി ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മാലിക് ഇബ്നു ഹബീബ് എന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഖമരിയ ബീവിയും കൊടുങ്ങല്ലൂരിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഞാനിത് പറയുന്നത് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും തൊട്ടുടനെയുള്ള കാലഘട്ടത്തിന്റെയും സമാനമായ ഘട്ടങ്ങളിൽ തന്നെ കേരളത്തിന്റെ മണ്ണിൽ വിശുദ്ധമായ ദീനിന്റെ ആശയങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിക്കപ്പെടുകയും അത് ജനങ്ങൾ ഏറ്റെടുത്ത് പഠിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമായും തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് പള്ളികൾ നിർമ്മിക്കപ്പെട്ടത്. ആ പള്ളികളിലൂടെ ആയിരക്കണക്കിന് ആളുകൾ വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിച്ചവരിൽ നിന്ന് വലിയ ഒരു വിഭാഗം അവരുടെ പിൽക്കാല ജീവിതത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുത്തത് ഈ മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് ദീൻ പഠിക്കുക എന്നുള്ളതായിരുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴേക്ക് ആയിരക്കണക്കിന് മസ്ജിദുകൾ, ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഏഴിമലയുടെയും കൊല്ലത്തിന്റെയും തൃക്കരിപ്പൂരിന്റെയും മംഗലാപുരത്തിന്റെയും ഇടയിലുള്ള മതം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ആ നൂറ്റാണ്ടുകളിൽ 1,00,000-ലധികമായിരുന്നുവെന്ന് ഈ ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു നാടാണ് ചാലിയം. ചാലിയത്ത് ക്രിസ്താബ്ദം 14-ാം നൂറ്റാണ്ടിൽ ഖാദിയായ ഫഖ്റുദ്ദീൻ ഉസ്മാൻ എന്ന വ്യക്തിയുടെ മുമ്പ് 40ഓളം മഹാപണ്ഡിതന്മാർ ഖാദിമാരായിട്ടുണ്ടായിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും മാത്രമല്ല, അറബി ഭാഷയിലും ഇതര ഭാഷകളിലും നിരവധിയായ ഗ്രന്ഥങ്ങൾ അവർ രചിച്ചു. ഇതിനോടൊപ്പം നാം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഈ പണ്ഡിതന്മാർ, മഹാന്മാർ ദീൻ പഠിക്കുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരുമായ ആളുകൾക്കുള്ള വലിയ സഹായമായിരുന്നു നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനാർത്ഥം കേരളത്തിലേക്ക് എത്തിയ മഹാന്മാരായ സാദാത്യങ്ങൾ. ശിഹാബുദ്ദീൻ ഖബീലയിലെ 34-ാം തലമുറയിൽ മഹാനായ പാണക്കാട് കുടുംബം സാദാത്യങ്ങളുടെ പ്രപിതാക്കന്മാരിൽ പ്രധാനിയായ വ്യക്തിത്വം ഹിജ്റ 1118-ലാണ് കേരളത്തിലെത്തുന്നത്. ഞാനതിന്റെ ചരിത്രം സമയപരിധി കാരണത്താൽ പറയുന്നില്ല. 18-ാം നൂറ്റാണ്ടിലാണ് ബാഅലവി സാദാത്യങ്ങൾ കടന്നു വരുന്നത്. ബാഫഖി സാദാത്യങ്ങൾ, ജിഫ്രി കുടുംബം, ഇങ്ങനെ തുടങ്ങി കേരളത്തിലെ മഹാന്മാരായ സാദാത്യങ്ങൾ അനവധി മാർഗങ്ങളിലൂടെ കേരളത്തിന്റെ മണ്ണിൽ എത്തുകയുണ്ടായി. അതൊരു വലിയ അത്ഭുതം കൂടിയാണ്. കേരളം അവരെ ഏറ്റെടുത്തു. രാജാക്കന്മാർ അവർക്ക് താമസിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ നൽകി. മമ്പുറം തങ്ങളെ പോലെ. മമ്പുറം തങ്ങൾ കേരളത്തിൽ ജനിച്ചയാളല്ല. മമ്പുറം തങ്ങളുടെ അമ്മാവന്റെ കൂടെ അദ്ദേഹം കപ്പലിൽ യാത്ര ചെയ്ത് മമ്പുറത്തെത്തിയപ്പോ അദ്ദേഹം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും, മലബാറിലെ മുഴുവൻ ജനങ്ങളുടെയും മതജാതി വ്യത്യാസമില്ലാതെ അവരുടെ നേതാവായിട്ട് അദ്ദേഹം പരിലസിച്ചു. അങ്ങനെ ഈ സാദാത്യങ്ങൾ ഒരു ഭാഗത്ത്, വൈജ്ഞാനികമായ പുരോഗതിയും പ്രചാരണവും നടത്തുന്ന പണ്ഡിതന്മാർ ഒരു ഭാഗത്ത്, ഈ വഴിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന മഹാപണ്ഡിതന്മാരുണ്ട്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ തമിഴ്നാട്ടിലാണ് മഖ്ദൂം കുടുംബത്തിന്റെ പ്രാരംഭം ഉണ്ടാകുന്നത്. 1467-ലാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ കൊച്ചിയിലെത്തുന്നത്. അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കി പിന്നീട് ചാലിയം ദർസിൽ പഠിച്ചു. പിന്നീട് അദ്ദേഹത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം മക്കയിലേക്ക് യാത്രയായി എന്നുള്ളതാണ്. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനോടൊപ്പമാണ് അദ്ദേഹം മക്കയിൽ പഠിച്ചത്. പിന്നീട് അദ്ദേഹം ഈജിപ്തിലേക്ക് പഠനാവശ്യാർത്ഥം പോകുന്നുണ്ട്. മക്കയിലും ഈജിപ്തിലും പഠിച്ച് പിന്നീട് അദ്ദേഹം തിരിച്ചു വന്ന് അവിടെ നിന്നെല്ലാം ഉൾക്കൊണ്ട ആ ആശയം രൂപീകരിച്ച് അദ്ദേഹം പൊന്നാനി പള്ളി സ്ഥാപിക്കുകയും ആ പൊന്നാനിയിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ പഠിക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ എത്തുകയും ചെയ്തു. നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമുണ്ട്. ഇന്തോനേഷ്യയിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന്, സിംഗപ്പൂരിൽ നിന്ന്, ആ കാലഘട്ടത്തിലെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ദർസിലേക്ക്, പൊന്നാനിയിലേക്ക് ആ കാലഘട്ടത്തിൽ ജനങ്ങൾ വന്നു. ദർസ് പഠിപ്പിക്കുക മാത്രമല്ല, അന്നത്തെ രാഷ്ട്രീയമായ സാഹചര്യങ്ങളിൽ കൃത്യമായി ഇടപെടുകയും പോർച്ചുഗീസ്
പോർച്ചുഗീസുകാർക്കെതിരെ പടമൊരുക്കുവാൻ പ്രേരിപ്പിക്കുകയും അവർക്കെതിരായി സമൂഹത്തെ ഉത്ബുദ്ധരാക്കുന്ന രീതിയിൽ അദ്ദേഹം ഗ്രന്ഥങ്ങളും കാവ്യങ്ങളും രചിച്ചു. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ മകനായിരുന്ന ഗസ്സാലി, മുഹമ്മദുൽ ഗസ്സാലി 1531 അദ്ദേഹത്തിന്റെ മകനായി ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ ജനിക്കുന്നത്. മക്കയിൽ 10 വർഷം അദ്ദേഹം പഠിച്ചു. തിരിച്ചു വന്ന അദ്ദേഹം ദർസ് നടത്തുകയും നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കുകയും തന്റെ പ്രസംഗങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും സമൂഹത്തെ ഉത്ബുദ്ധരാക്കുകയും ചെയ്യും. ഇതാണ് കേരളത്തിന്റെ പൊതുവിൽ നൂറ്റാണ്ടുകൾ കടന്നു വന്ന ചരിത്രം. ഇതിൽ രചനകളെ കുറിച്ച് നാം പരാമർശിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയമായ അധിനിവേശങ്ങൾക്കെതിരായ പോരാട്ടങ്ങളെ സംബന്ധിച്ച് പണ്ഡിതന്മാരും സാദാത്യങ്ങളും നേതൃത്വം നൽകിയതിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇങ്ങനെ വൈജ്ഞാനികമായി സാംസ്കാരികമായി എല്ലാ അർത്ഥത്തിലും പണ്ഡിതന്മാരുടെയും സാദാത്യങ്ങളുടെയും താവഴിയിൽ മനോഹരമായി നിലനിന്നിരുന്ന അനുസരണയോടെ അവർ സ്വീകരിച്ചിരുന്ന ഒരു വലിയ പാരമ്പര്യമായിരുന്നു മലബാറിലെ കേരളത്തിലെ മുസ്ലിം പൊതുസമൂഹത്തിനുണ്ടായിരുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട് 921 കാലഘട്ടങ്ങളിൽ ഇതിൽ വിള്ളലുകൾ എന്ന്. ആ വിള്ളലുകൾ എവിടെയാണ് വന്നത് എന്ന് സൂചിപ്പിക്കുവാനാണ് ഞാനിത് പറഞ്ഞത്. ഈ വലിയ പാരമ്പര്യം പണ്ഡിതന്മാർ മദ്രസകൾ, പണ്ഡിതന്മാർ പള്ളികളിൽ ദർസ് നടത്തുന്നു, വലിയ വലിയ ആലിമ്യങ്ങൾ ഉണ്ടാകുന്നു. അവർ അവരുടെ ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിന്റെ വൈജ്ഞാനികമായ പുരോഗതിക്ക് നേതൃത്വം നൽകുന്നു. അവരുടെ ആശയങ്ങളും ആദർശങ്ങളും പ്രവാചകന്റേതാണ്. അവരുടെ ആശയങ്ങൾ പരിശുദ്ധ പ്രവാചകന്റെ അനുയായികളുടേതാണ്, മഖ്ദൂമുമാരുടേതാണ്, മമ്പുറം തങ്ങളുടേതാണ്, ഈ പറയപ്പെട്ട സാദാത്യങ്ങളുടേതാണ്. ഈ സന്ദർഭത്തിലാണ് 920 കാലഘട്ടങ്ങളിൽ മലബാർ കലാപമുണ്ടാകുന്നത്. ഞാനിവിടെ വ്യക്തമായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. മഹാന്മാരായ സമസ്തയുടെ നേതാക്കളായിരുന്ന മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ രാഷ്ട്രീയമായ അവബോധമുള്ളയാളായിരുന്നു. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ രാഷ്ട്രീയ അവബോധമുള്ളയാളായിരുന്നു. പക്ഷേ സമസ്ത രൂപീകരിക്കുമ്പോ രാഷ്ട്രീയമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് വിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സംഘടനയുടെ അകത്തുണ്ടാകരുത് എന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും ആ നിലപാടുകൾക്ക്, രാഷ്ട്രീയമായ നിലപാടുകൾക്ക് സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സംഘടനാപരമായ കാര്യങ്ങളിൽ സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽ മുല്ലക്കോയ തങ്ങളും പാങ്ങിൽ ഉസ്താദും എന്ത് നിലപാടായിരുന്നോ സ്വീകരിച്ചത്, ആ നിലപാടുകളിൽ നിന്ന് വ്യത്യാസമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നിട്ടില്ല. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവരുടെ ബ്രിട്ടീഷുകാർ സ്വാധീനിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എല്ലാവരും ആദരിക്കുന്നയാളാണ് നിങ്ങൾ ബ്രിട്ടീഷുകാരെ അനുകൂലിച്ചാൽ സ്വാഭാവികമായും ഞങ്ങൾക്കതൊരു ആനുകൂല്യം ലഭ്യമാകും, ജനങ്ങൾക്കിടയിൽ സ്വാധീനത്തിന് കാരണമാകുമെന്ന് ചിന്തിച്ച ബ്രിട്ടീഷുകാർ ഖാൻ ബഹദൂർ പട്ടം നൽകി വരക്കൽ തങ്ങളെ ആദരിക്കാൻ വേണ്ടി ചെന്നപ്പോ, ഞാൻ നിങ്ങൾക്കെതിരാണ്, നിങ്ങൾ ഞങ്ങളുടെ നാട് അധിനിവേശം നടത്തി ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്, അതുകൊണ്ട് നിങ്ങളുമായിട്ടൊരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് അവരുടെ ഖാൻ ബഹദൂർ പട്ടം അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത നേതാവായിട്ടാണ് മഹാനായ മുല്ലക്കോയ തങ്ങൾ നമ്മൾ കാണുന്നത്. 920 കാലഘട്ടങ്ങളിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തമായിരിക്കുന്ന ഘട്ടം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾക്കിടയിലെ പണ്ഡിതന്മാർ പല രീതിയിൽ അവരുടെ ആശയങ്ങൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടം. ആലി മുസ്ലിയാരെ പോലെയുള്ള മഹാന്മാർ ബ്രിട്ടീഷുകാർക്കെതിരായി സായുധ സമരം നടത്തണമെന്ന് ആഹ്വാനം ചെയ്യുകയും അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോയമ്പത്തൂർ ജയിലിൽ തൂക്കിക്കൊല്ലുകയും ചെയ്ത സന്ദർഭം. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു. പക്ഷേ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമാധാന പ്രേമിയായിരുന്നു. ബ്രിട്ടീഷുകാരെ കൊള്ളയടിക്കുന്നതിനോ അവരെ മർദ്ദിക്കുന്നതിനോ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അനുകൂലിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് ബ്രിട്ടീഷുകാർക്കെതിരായുള്ള പോരാട്ടങ്ങളിൽ സജീവമായിട്ടുണ്ടാകുമ്പോഴും മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽ മുല്ലക്കോയ തങ്ങളോടൊപ്പം ഈ ആദർശ പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നത്. അവർ രൂപീകരിച്ചു എന്ന് മാത്രമല്ല, ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശപരമായ മുന്നേറ്റം പ്രതിരോധത്തിലൂന്നിയായിരുന്നു. സംവാദങ്ങൾ നടത്തി, പ്രഭാഷണങ്ങൾ നടത്തി. വിദഈ കക്ഷികൾ നാടിന്റെ നാനാഭാഗത്ത് വിഷലിപ്തമായ പ്രചാരണങ്ങൾ നടത്തുമ്പോ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ രൂക്ഷമായ പ്രതികരണങ്ങളിലൂടെ അദ്ദേഹം പലപ്പോഴും പ്രസിദ്ധീകരണങ്ങളിലൂടെ അവർക്ക് മറുപടി പറയുന്ന സാഹചര്യമുണ്ടായി. ഈ മുന്നോട്ടുള്ള ഗമനത്തിൽ ഓരോ ഘട്ടത്തിലും എന്താണോ മുസ്ലിം ഉമ്മത്തിന്റെ വൈജ്ഞാനികമായ അവരുടെ സാംസ്കാരികമായ മതപരമായ ഉയർച്ചയ്ക്ക് നിദാനമാകുന്നത്, ആ തീരുമാനങ്ങൾക്ക് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേതൃത്വം നൽകി. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.
അതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ വടവൃക്ഷമായി ഈ പ്രസ്ഥാനം നിലനിൽക്കുമ്പോ എങ്ങനെ ഈ പ്രസ്ഥാനത്തിന് ഈ വളർച്ചയുണ്ടായി? എന്താണ് അതിന്റെ യഥാർത്ഥ കാരണം? മഹാനായ തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ സൂചിപ്പിച്ച ഈ ഒരു നൂറ്റാണ്ടിനിടയിൽ സമസ്തക്ക് നേതൃത്വം നൽകിയ മഹാന്മാരുടെ നിഷ്കളങ്കത, അവരുടെ ജീവിത വിശുദ്ധി, അവരുടെ ചരിത്രങ്ങൾ നിരവധിയായി കേൾക്കുന്നവരും അത് പ്രസംഗിക്കുന്നവരുമാണ് നമ്മൾ. അവർക്ക് ഭൗതികമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല.